ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. അതായത് ലെമൺ ഫ്രൈഡ് റൈസാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ റൈസിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ലെമൺ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പം ഞാനിതൊന്ന് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഇനി ഒരു 20 മിനിറ്റ്സ് ഇതിങ്ങനെ ഇരിക്കട്ടെ. സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പിലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അരി എടുത്ത കപ്പ്, അതായത് ഈ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ റൈസിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉണ്ടല്ലോ, എള്ളെണ്ണ, ജിഞ്ചിലി ഓയിൽ എന്ന് പറയുന്നത്, അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം ഈ റൈസ് തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു സ്റ്റെയിനറിലേക്ക് എടുത്ത് അതിലെ വെള്ളമൊക്കെ വാറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ആ സമയത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്കത് വറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ, കറക്റ്റ് വേവിൽ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴാണ് അതിങ്ങനെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വിടർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചോറൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ. നമ്മൾ റൈസ് അപ്പം ഞാൻ ആ ചൂടാറാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടി 1 കപ്പ് ക്യാരറ്റ് ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയർ പീസസ് ആയിട്ട് അരിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ബീൻസും ഈ ഒരു വലിപ്പത്തിലാണ് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ടുള്ളത്. ഇത് റെഡ് ക്യാപ്സിക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ആണുള്ളതെങ്കിൽ അല്ലെങ്കിൽ യെല്ലോ ആണുള്ളതെങ്കിൽ അത് എടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് ഉള്ള കാരണം ഞാൻ റെഡ് എടുത്തതേ ഉള്ളൂ. പിന്നെ 1 കപ്പ് സവോള, അതായത് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് വഴറ്റി ശരിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അതായത് ജിഞ്ചിലി ഓയിൽ ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതോടുകൂടി തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള ഉണ്ടല്ലോ, ആ സവോള ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സവോള ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഈ ട്രാൻസ്പാരൻ്റായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ബീൻസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഒരു 5-6 ബീൻസ് മതിയാവും കേട്ടോ, ഫ്രഞ്ച് ബീൻസ് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ്, അതായത് നമ്മൾ ബീൻസ് ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ആ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബീൻസ് വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുവേ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ
ഈ ക്യാരറ്റും കൂടെ ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജിഞ്ചർ, അതായത് ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി കൂടി ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ ക്യാപ്സിക്കം ഉണ്ടല്ലോ, റെഡ് ക്യാപ്സിക്കം, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പാപ്പരിക്ക പൗഡർ ഉണ്ട് എന്ന് വെച്ചാൽ ഒരല്പം ഇട്ട് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പാപ്പരിക്ക പൗഡർ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നല്ല മണം വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി മൂത്തതിൻ്റെ. അങ്ങനെ മണം വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇടുക. നേരത്തെ നമ്മൾ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഈ റൈസ് കണ്ടോ ചൂടാറി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷേ അത് കുഴയാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ നമ്മൾ വേവിച്ച് വെച്ച റൈസ് എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ ലെമൺ ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള ലൈം ജ്യൂസ് ഞാൻ അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ പുളി ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരയ്ക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ലൈം ജ്യൂസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഈ പാഴ്സ്ലി ലീവ്സ് ചേർത്ത് കഴിഞ്ഞാൽ ഈ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ അല്പം ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഒരല്പം പീനട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലെമൺ ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന ലെമൺ റൈസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.